നവയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളിങ്ങനെ കാത്തു നിൽപ്പുണ്ട്, നോക്കാം. പെട്ടെന്ന് നിനക്കൊരു അപ്രതീക്ഷിതമായിട്ട് എന്നെ കാണുന്ന അല്ലേ? നീ 1ാം ക്ലാസ് മുതലല്ലേ എൻ്റെ ഒക്കെ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത്? 8 വർഷത്തോളം പഠിച്ചില്ലേ? അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയണം. ഏറ്റവും നല്ല ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു പ്രൊഫഷണൽ നർത്തകിയായി ഇനി നൃത്തത്തിൽ തന്നെ നിന്നിരുന്നെങ്കിൽ എൻ്റെ അടുക്ക നിന്ന് ഒരുപാട് അടിയൊക്കെ കിട്ടിയിട്ടില്ലേ? അതൊക്കെ ഓർമ്മയുണ്ടോ? ഈ നൃത്തത്തിൽ നിന്ന് നവ്യ മാറാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട നർത്തകിയായിട്ട് നവ്യ മാറുമായിരുന്നു. ഇടയ്ക്കൊരു റിഗ്രറ്റ് തോന്നുന്നുണ്ടോ? ഒന്ന് ചൂട് മാറ്റി ചവിട്ടിയില്ലേ? ഇല്ല, റിഗ്രറ്റ് ഒന്നും തോന്നുന്നില്ല. കാരണം ഇപ്പൊ ഈ എത്തിപ്പെട്ടിരിക്കുന്നത് ഒരുപക്ഷെ ഒരു നർത്തകിക്ക് ഉണ്ടാവുന്ന റീച്ചിനേക്കാൾ വളരെ വലുതല്ലേ. മാത്രമല്ല നൃത്തത്തിന്റെ ഒരു ബേസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ എത്താൻ പറ്റിയത്. പിന്നെ മാത്രമല്ല ഒരു നടി ആയതുകൊണ്ട് ഇനി എനിക്ക് നർത്തകി എന്നുള്ള ഒരു ഇന്ത്യയിലെ മികച്ച നർത്തകി എന്നുള്ള ഒരു ലെവലിലേക്ക് എത്താൻ കുറച്ചും കൂടി ഒരു ഈസ് ഉണ്ടാവും. നവ്യ ഇപ്പോൾ കുറച്ചു മുമ്പ് നല്ല കണ്ണീരിങ്ങനെ വാർത്തു. നവ്യ വളരെ സെൻസിറ്റീവാണ്, സെൻറ്റിമെൻ്റലാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് പണ്ട് ഇതുപോലെ തന്നെയാണ് നവ്യ. നവ്യക്ക് പണ്ടത്തെ ഒന്നും ഒരു മാറ്റവും ഇല്ല. ഞാൻ ഒരു ചിത്രം കാണിക്കാൻ വേണേ, നവ്യ കാണുന്നുണ്ടോ? 10ാം ക്ലാസ്സിലായിരിക്കും. അയ്യോ, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നവ്യ. അന്നും നവ്യയുടെ പ്രധാനപ്പെട്ട ആയുധം ഏതെന്നറിയോ? കരച്ചിലേ. ആയുധം ഒന്നും അല്ല വൃട്ടാസേട്ടാ, എന്തോ ആയുധം. ഈ കരച്ചിൽ പിടിച്ചു വെക്കാൻ കഴിവില്ലാത്തവരല്ലേ കരഞ്ഞു പോകുന്നത്. അത് എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ആണ്. അതാണ് ശക്തി നവ്യ. ഒരിക്കലും അല്ല. എനിക്ക് ഒരാളോട് ഈ അടുത്ത് തന്നെ മാധ്യമത്തിൽ ഉള്ള ഒരു വ്യക്തിയോട് എനിക്ക് നല്ല ദേഷ്യം തോന്നി. പക്ഷെ ആ ദേഷ്യം എനിക്ക് പറയാൻ എനിക്ക് ആഗ്രഹമുള്ള രീതിയിൽ എനിക്ക് പ്രകടിപ്പിക്കാൻ ഈശ്വരൻ എനിക്ക് കഴിവ് തന്നിട്ടില്ല. ഞാൻ ദേഷ്യപ്പെട്ട് ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ ഞാൻ കരഞ്ഞു പോകും. എനിക്ക് ഇമോഷൻ ഏത് രീതിയിൽ കയറിയാലും കരച്ചിൽ വരും. എന്തിനാ പറ്റും? അന്ന് ഈ കരച്ചിലൊക്കെ കണ്ട ഒരാളുണ്ട്, നോക്കാം. ഹായ് നവ്യ, സുഖമല്ലേ? എനിക്ക് നവ്യയോട് ചോദിക്കാനുള്ളത്, ഒരു ഡാൻസറായിട്ടായിരുന്നല്ലോ നവ്യയുടെ കലാജീവിതത്തിൻ്റെ ആരംഭം. അതിനുശേഷം സിനിമയിൽ വന്നു. ഇപ്പോൾ പല റിയാലിറ്റി ഷോകളിലും ജഡ്ജായി കാണാറുണ്ട്. കൂടാതെ കുടുംബിനിയുമാണ്. ഇപ്പോൾ പഴയതുപോലെ നൃത്തത്തിൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടാറുണ്ടോ? കലാജീവിതവും കുടുംബജീവിതവും ഒക്കെ ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു? നവ്യ, ഇയാളെ ഓർമ്മയുണ്ടോ? പിന്നെ അമ്പിളി ദേവി. അമ്പിളി ദേവിനെ എങ്ങനെയാ ഓർമ്മ? എൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്തിട്ട് അവരായിരുന്നു കലാതിലകം. ആ, അവരാണ് കലാതിലകം. നമുക്ക് ആ കലാതിലകം പട്ടം കിട്ടിയില്ല. സന്തോഷേട്ടൻ പറയാറുണ്ട്, വെറുതെ പട്ടി പോകണ പോലെ ഇരുന്ന് പോകും. ശരി, അതാണ് പരിപാടിയല്ലേ? മിക്കവാറും ഒക്കെ സത്യം പറയണല്ലോ. സന്തോഷേട്ടൻ പക്ഷെ ഇതിൽ മുന്നിൽ പരാജയപ്പെട്ടു പോയി. എന്താ കാരണം? ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനൊന്നുമില്ല, കുറെ കണ്ടുകഴിയുമ്പോൾ ബോറടിക്കുമല്ലോ. എഴുന്നേറ്റ് പോകും സന്തോഷം. എഴുന്നേറ്റ് പോകുന്നില്ല, ഞാൻ പുറകെ നടന്ന് കരയൂ. എൻ്റെ ഓളാ കരഞ്ഞ്. അങ്ങനെയല്ല, ഇത് അമ്പിളിയെ കണ്ടപ്പോൾ അതൊക്കെ ആ പ്രായത്തിൻ്റെയും ആ സമയത്തോട് ഭയങ്കര ദേഷ്യമായിരുന്നല്ലേ? ദേഷ്യമായിരുന്നു, തീർച്ചയായിട്ടും. ഭയങ്കര വിരോധമായിരുന്നു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ആ പ്രായമൊക്കെ അപ്പോൾ കഴിഞ്ഞു. എനിക്ക് ദേഷ്യമായിരുന്നു. കാരണം മറ്റുള്ളവർ നമ്മളെ പറഞ്ഞ് ധരിപ്പിച്ച കാര്യങ്ങൾ വെച്ചാണല്ലോ എനിക്ക് അമ്പിളിയെ നേരിട്ട് പരിചയമില്ല. ഈ മാധ്യമങ്ങളുടെ ഒരു ഇത് കാരണം അന്നൊക്കെ ഈ ചാനൽസ് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഐറ്റം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആദ്യത്തെ ഐറ്റം ആയിരുന്നു മോണോ ആക്ട്. അപ്പോൾ ഈ പത്രത്തിലെ നമ്മുടെ ആ ഇഷ്യൂസിനനുസരിച്ച് മോണോ ആക്ട് അങ്ങനെ അതെ. പക്ഷെ ഞാൻ തുടങ്ങിയ സമയത്ത്, ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്ത് പുരാണ കഥാപാത്രങ്ങളായിരുന്നു. കർണൻ, അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് ആയിരുന്നു അന്ന് മോണോ ആക്ടിലുണ്ടായിരുന്നത്. പിന്നെയാണ് ഈ കണ്ടംപററി ഇടയ്ക്ക് സന്തോഷിനെ പഠിപ്പിക്കാൻ വേണ്ടി ചില നമ്പറുകൾ. ഒന്നുമില്ല, മോനെ ഇതിങ്ങനെ ഓരോന്നൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് സൗണ്ടൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കുഞ്ഞിനെ കളിപ്പിക്കാറുണ്ട്. ഏത് ശബ്ദമാണ്? അല്ലല്ല, അങ്ങനെയല്ല, വെറുതെ എന്ത് ശബ്ദം. ടോക്കിംഗ് ടോം ഉണ്ട് കളിക്കാൻ. അപ്പോൾ ടോക്കിംഗ് ടോം ചേട്ടൻ്റെ ഇതിലാണ് ആ സോഫ്റ്റ്വെയർ ഉള്ളത്. അപ്പോൾ അതെൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരത്തേക്ക് ടോക്കിംഗ് ടോം ആവും. അവൻ പറയുന്നതൊക്കെ ഞാൻ അതുപോലെ തിരിച്ചു അങ്ങനെ അമ്പിളി ദേവി ഈ പറഞ്ഞ അല്ല, ഈ അമ്പിളി ദേവിയുടെ കാര്യമൊന്നും പറയാറുണ്ട്. കാരണം അങ്ങനെയൊക്കെ ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും മീരയുടെ മുത്തുവിൻ്റെ വിനയൻ സാറിൻ്റെ പടത്തിൽ ശരിക്കും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മാഗസിൻസിലൊക്കെ ഒരു ഗോസിപ്പ് വന്നു. അമ്പിളി ദേവി ആദ്യം എന്നെ ആ റോളിനാണ് വിളിച്ചത്. പിന്നെയാണ്
അത് ഞാൻ രാജുചേട്ടൻ്റെ പെയറായിട്ട് ഓൾറെഡി നന്ദനത്തിൽ ചെയ്തുകൊണ്ട് സിസ്റ്ററായിട്ട് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഹീറോയിൻ അതിൻ്റെ പെയറായിട്ട് രാജുചേട്ടൻ്റെ പെയറായിട്ട് പിന്നെ അതിന് വിളിച്ചു. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ചെയ്യാൻ പറ്റാഞ്ഞത് പലപ്പോഴും വ്യാഖ്യാനിച്ചു ആൾക്കാർ അമ്പിളി ദേവി ആ സിനിമയിലുള്ളത് കൊണ്ടാണ് ഞാൻ, എൻ്റെ എക്സാം ആയതുകൊണ്ടാണ് ഞാൻ അന്ന് ആ സിനിമ ചെയ്യാതിരുന്നത്. എൻ്റെ +1 +2 എക്സാം എന്ന് പറയുന്നത് മറ്റേ കോപ്പി അടിച്ച പരീക്ഷയല്ലേ? എനിക്ക് തോന്നി അതിപ്പോൾ ചോദിക്കുമെന്ന്. എനിക്കറിയാം, ഇതൊക്കെ അറിയാമല്ലോ. അല്ല, ഇതൊന്ന് പറഞ്ഞു കേട്ടോ ഞാൻ അമ്പിളി ദേവിയുടെ ഒരു കാര്യം. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണ സമയത്ത് എൻ്റെ എന്താ പറയുക, കുടുംബക്ഷേത്രം കൊറ്റംകുളങ്ങരയാണ്. അപ്പോൾ അമ്പിളിയുടെ വീട് അവിടെയാണ്. അപ്പോൾ ആ കൊറ്റംകുളങ്ങര അമ്പലത്തിൽ ഞാൻ കല്യാണം കഴിക്കുന്ന 12-നും 12:30-ക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ എനിക്ക് വേണ്ടി വഴിപാട് കഴിച്ചത് അമ്പിളിയുടെ അമ്മയാണ്. അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യം. കാരണം തീർച്ചയായിട്ടും അത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് അമ്പിളിയുടെ അമ്മയാണ് അത് നടത്തിയത്. അപ്പോൾ എനിക്ക് അമ്പിളിയോട് ഇപ്പോൾ ഉള്ള വികാരം എന്തായിരിക്കും എന്ന് ഇനി ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ.